എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെലീനിയത്തിലെ sendKeys എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഫയൽ എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് URL ഇതാണ്. URL ഞാൻ ഓൾറെഡി ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഫയൽ അപ്ലോഡർ എന്ന് പറഞ്ഞ ഹെഡിങ്. ചൂസ് എ ഫയൽ ഓൺ യുവർ സിസ്റ്റം ആൻഡ് ദെൻ ക്ലിക്ക് അപ്ലോഡ് ഓർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എ ഫയൽ ഇൻ ടു ദ ഏരിയ ബിലോ. ഇവിടെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതുപോലെ നോ ഫയൽ ചൂസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കാണാം. ഇതിനർത്ഥം നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ ചൂസ് ഫയൽ എന്നുള്ള ഈ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെ ഫയൽ സിസ്റ്റം ഓപ്പൺ ആയി വരും. അതിനകത്ത് നമുക്ക് ഡിസൈഡ് ഫയൽ നമുക്ക് പിക്ക് ചെയ്ത ശേഷം ഓപ്പൺ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നോ ഫയൽ ചൂസ് എന്നുള്ള ടെക്സ്റ്റ് മാറി നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജിന്റെ പേര് അവിടെ റീപ്ലേസ് ആവും. ഇവിടെ ഇപ്പോൾ t.png എന്നൊരു ഇമേജാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതായത് ഇമേജ് ടൈപ്പിലുള്ള ഒരു ഫയലാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് ആ പേര് ഇവിടെ റീപ്ലേസ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് മാനുവലി നമ്മൾ ചൂസ് ഫയൽ എന്ന് ഒരു ബട്ടൺ വന്നു കഴിഞ്ഞ് അപ്ലോഡ് ഫയൽ ചെയ്യുന്നത്. ഇനി നമ്മൾ സെലീനിയത്തിലെ sendKeys എന്ന മെത്തേഡ് വെച്ച് ഈ ഒരു ഓപ്പറേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം സെലീനിയത്തിലെ sendKeys എന്ന മെത്തേഡ് വെച്ച് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പർട്ടിക്കുലർ ബട്ടൺ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. അതിൻ്റെ അകത്ത് ടൈപ്പ് എന്നൊരു ആട്രിബ്യൂട്ട് കാണും. ഈ ടൈപ്പ് എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഫയൽ എന്നാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെലീനിയത്തിലെ sendKeys എന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ടൈപ്പ് എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഫയൽ എന്നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് sendKeys മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ആ കേസിൽ നമുക്ക് ഒന്നെങ്കിൽ റോബോട്ട് ക്ലാസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ AutoIT പോലെയുള്ള തേർഡ് പാർട്ടി ലൈബ്രറീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ ആ കാര്യം ഓൾറെഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ട് രീതിയിൽ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കും. ഒന്ന് നമ്മുടെ ഫയൽ സിസ്റ്റത്തിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മൾ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് അപ്ലോഡ് ചെയ്ത അതേ ഇമേജ് തന്നെ ഞാൻ സെലീനിയം പ്രൊജക്റ്റിൽ ഒരു ഫോൾഡറിനകത്ത് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ പ്രൊജക്റ്റിൽ നിന്നും കൂടെ ഫയൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഇടമേ കവർ ചെയ്യും. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്. sendKeys മെത്തേഡ് will only work if the file uploads controls type attribute values is file. അതായത് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കൺട്രോളിന്റെ ടൈപ്പ് എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഫയൽ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ സെലീനിയത്തിലെ sendKeys എന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ റോബോട്ട് ക്ലാസ് AutoIT ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സെലീനിയം ടെസ്റ്റിംഗ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിന്റെ അകത്ത് com.test എന്ന പാക്കേജിന് അകത്ത് അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജാവ ക്ലാസ്സിനകത്ത് വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ്, അതുപോലെ ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് 30 സെക്കൻഡ്സിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെസ്റ്റ് URL ഓപ്പൺ ചെയ്യാനുള്ള കോഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡും കൂടെ ആഡ് ചെയ്യുവാണ്. ഡ്രൈവർ ഡോട്ട് മാനേജ് ഡോട്ട് വിൻഡോ ഡോട്ട് മാക്സിമൈസ്. അപ്പോൾ ആദ്യമേ ഞാൻ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഫയൽ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം പ്രൊജക്റ്റിനുള്ളിൽ ഒരു ഫോൾഡറിനകത്ത് ഞാൻ ആ സെയിം ഫയൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പ്രൊജക്റ്റിന്റെ റൂട്ട് പാത്തിൽ, സെലീനിയം ടെസ്റ്റിംഗ് എന്ന പ്രൊജക്റ്റിന്റെ റൂട്ട് പാത്തിൽ ഇവിടെ അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് t.png എന്ന് പറഞ്ഞ ആ ഫയൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ഫയൽ എൻ്റെ ഫയൽ സിസ്റ്റത്തിലുണ്ട്. എൻ്റെ ഫയൽ സിസ്റ്റത്തിൽ C ഡ്രൈവിനകത്താണ് ഞാൻ അത് ആഡ് ചെയ്തിരിക്കുന്നത്. ഫയൽ സിസ്റ്റം ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ഇവിടെ സിക്കകത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ആ യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ്സ് എന്ന് വേറൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്താണ് t.png എന്നുള്ള ഈ ഫയൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ നിങ്ങളുടെ കേസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യൂ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഫയൽ നെയിം എക്സ്റ്റൻഷൻ എന്നുള്ള ഈ ഒരു ചെക്ക് ബോക്സ് എനേബിൾ ചെയ്താൽ മതി. അപ്പം ആ ഫയൽ നെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ഇവിടെ എനേബിൾ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് t.png എന്നുള്ളത് വന്നിരിക്കുന്നത്. അപ്പം ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ
ഇമേജ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ ഈ പർട്ടിക്കുലർ ചൂസ് ഫയൽ എന്ന ബട്ടണിന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയേക്കണം ഐ ഡി എന്ന ആട്രിബ്യൂട്ട് ഉണ്ട്, അതിന്റെ വാല്യൂ ഫയൽ അപ്ലോഡ് എന്നുള്ളതാണ്. ഞാൻ കോപ്പി ചെയ്യുവാണ്. ഓൾറെഡി ഇവിടെ ഞാൻ കമന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നീട് ഈ കോഡ് കാണുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ഐ ഡിയുടെ വാല്യൂ കോപ്പി ചെയ്ത് അത് ഞാൻ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഡോട്ട് sendKeys എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യും. ഇവിടെ നമ്മൾ ആ ഫയലുള്ള പാത്ത് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം എൻ്റെ കേസിൽ ഞാൻ സി ഡ്രൈവിൽ യൂട്യൂബിനകത്ത് അപ്ലോഡ്സ് എന്ന ഫോൾഡറിനകത്താണ് ഈ പർട്ടിക്കുലർ ഫയൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കേസിൽ ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ ഡിസൈഡ് ഫയൽ ഇരിക്കുന്നത്, അപ്പോൾ ആ പാത്ത് നിങ്ങളുടെ കേസിൽ കൊടുക്കുക. അപ്പോൾ എൻ്റെ കേസിൽ ഇതാണ് പാത്ത്. അപ്പം ഈ ഫയൽ പാത്ത് കോപ്പി ചെയ്യുന്നു. അതിന് ശേഷം ഈ ഫയൽ നെയിമും കൂടെ അതിലൂടെ അപ്പൻഡ് ചെയ്തതാണ്. ഇതിപ്പം / ആയിട്ട് ഒരു സിംഗിൾ / ഉള്ള ഒരു പാത്താണ്. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഡബിൾ / ആയിട്ട് മാറും. അപ്പം അതിൻ്റെ കൂടെ വീണ്ടും ഒരു ഡബിൾ / ആഡ് ചെയ്ത ശേഷം ആ ഫയലിൻ്റെ പേര് കൊടുക്കുക, key.png എന്നുള്ള ഫയലിൻ്റെ പേര്. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ജാവ ക്ലാസ് റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ഇവിടെ നോ ഫയൽ ചൂസ് എന്ന ആ ഒരു പ്ലേസിൽ key.png എന്നുള്ള നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിന്റെ പേര് ഇവിടെ കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഇതിനർത്ഥം ഫയൽ കറക്റ്റായിട്ട് അപ്ലോഡ് ആയി എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുവാണ്. ഇനി നമുക്ക് പ്രൊജക്റ്റിന്റെ റൂട്ട് ഫോൾഡറിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ key.png എന്നുള്ള ഫയൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പം അതിനുവേണ്ടി സെയിം മെത്തേഡ് തന്നെയാണ് വിളിക്കുന്നത്. നമ്മൾ sendKeys എന്നുള്ള മെത്തേഡ് തന്നെ വിളിക്കുന്നു. ഇത്തവണ നമ്മൾ ആ റൂട്ട് പാത്ത് കറക്റ്റായിട്ട് കൊടുക്കണം. അതിനുവേണ്ടി system.get പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് പ്രൊജക്റ്റിന്റെ പാത്ത് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. system.get പ്രോപ്പർട്ടി അതിൻ്റെ അകത്ത് user.dir എന്നുള്ള വാല്യൂ പാസ് ചെയ്യുക. ഇത് റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ട്രിങ് ആയിട്ടുള്ള പ്രൊജക്റ്റ് പാത്താണ്. അതിനുശേഷം പ്ലസ് എന്ന അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പർട്ടിക്കുലർ സിമ്പിൾ യൂസ് ചെയ്യുക. അതിനുശേഷം ഡബിൾ കോട്ട്സിനകത്ത് അപ്ലോഡ്സ് എന്നുള്ള ആ ഫോൾഡർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കുക. അപ്പോൾ അപ്ലോഡ്സിന് മുമ്പ് ഒരു സിംഗിൾ / കൊടുക്കണം. അത് മസ്റ്റ് ആണ്, ഇല്ലെങ്കിൽ ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ വരും. ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പർട്ടിക്കുലർ ഫയലിൻ്റെ പാത്ത് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് പ്രോപ്പർട്ടീസ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യാം. അപ്പം ആ ഫോൾഡറിലോട്ടുള്ള ആ പാത്ത് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്യുമ്പോൾ ആ / കൂടെ കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം സെമിക്കോളൻ കൊടുക്കുക. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. key.png എന്നുള്ളത് ഇവിടെ വന്നു. അതിൻ്റെ അർത്ഥം ഫയൽ കറക്റ്റായിട്ട് അപ്ലോഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന കോഡ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് കൂടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.